മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധമാണ്. ഇപ്പോൾ സമീർ ബിൻ കരീം ചേരുന്നുണ്ട്. വിശദാംശങ്ങൾ സമീർ, വലിയ പ്രതിഷേധമാണെന്ന് മനസ്സിലാക്കുന്നു. പോലീസ് ബലപ്രയോഗത്തിലേക്ക് നീങ്ങുകയാണോ? മലപ്പുറം കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ കളക്ടറേറ്റിന് മുൻവശത്ത് ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏറെ നേരമായി ഈ പ്രവർത്തകർ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടന്നുകൊണ്ട് കളക്ടറേറ്റിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമമായിരുന്നു. അതിനിടയിലാണ് പോലീസുമായി സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ പോലീസ് നേരിയ തോതിൽ ലാത്തി വീശിക്കൊണ്ട് പ്രവർത്തകരെ ഇവിടെ നിന്ന് അന്വയിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് കളക്ടറേറ്റിന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ശ്രമം നടത്തി. ആ ശ്രമം പോലീസ് തടയുകയും പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമവും പോലീസ് നടത്തി. ഇത് രണ്ടും പ്രവർത്തകർ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നാലെ പ്രവർത്തകർ പോലീസിനെ കയ്യേറ്റം ചെയ്ത രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോയൊരു സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ബലം പ്രയോഗിച്ചുള്ള നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അറസ്റ്റ് നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നുള്ളതാണ്. ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് മലപ്പുറം DCC ഓഫീസിൽ നിന്നും യൂത്ത് കോൺഗ്രസ് മലപ്പുറം കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയിരിക്കുന്നത്. മാസപ്പടി കേസിൽ പ്രതിയായിരിക്കുന്ന മകളെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു, അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് നടന്നിട്ടുള്ളത്. മലപ്പുറം യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധ മാർച്ചുമായി എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരമായിട്ടുള്ള ഈ സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഏറെ നേരമായി പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു മൽപ്പിടുത്തം അല്ലെങ്കിൽ ഒരു ഉന്തുന്നള്ളം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പോലീസും വലിയ സംവിധാനത്തോടു കൂടി തന്നെയാണ് പോലീസും എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ പ്രവർത്തകരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നുള്ള ഒരു കാര്യങ്ങളിലേക്കാണ് പോലീസും നീങ്ങുന്നത്. എന്നാൽ പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തകർ കൂടുതൽ രൂക്ഷമായ രീതിയിൽ സമരവുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്നാൽ പോലീസ് കാര്യമായ പ്രകോപനം ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ പോലീസ് വലിയ രീതിയിൽ രാത്രി പ്രയോഗത്തിലേക്കൊന്നും തന്നെ പോലീസ് കടന്നില്ല. വളരെ സാധാരണഗതിയിലുള്ള അറസ്റ്റ് നടപടിയിലേക്കായിരുന്നു പോലീസിന്റെ നീക്കം എന്നുള്ളതാണ്. ഏതാനും ചില പ്രവർത്തകർ ഈ കളക്ടറേറ്റിന് മുൻവശത്തുള്ള റോഡ് ഉപരോധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഏതായാലും ഈ അറസ്റ്റ് ചെയ്ത് നീക്കാതെ അല്ലെങ്കിൽ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്യാതെ ഒരു തരത്തിലും പിരിഞ്ഞു പോകില്ല എന്നാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ കളക്ടറേറ്റിന് മുൻവശത്തുള്ള ഈ പാത ഇപ്പോൾ പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. ഇവിടെ പോലീസ് വാഹനം അതുവഴി വന്നൊരു വാഹനം തടയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്താ പോകാൻ കഴിയുന്നില്ല. ഏതായാലും ഇത്തരത്തിൽ ഇതുവഴി വാഹനം കടത്തിവിടുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും പോലീസും വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഏതാനും ചില പ്രവർത്തകർ ഇടപെട്ട് ആ വാഹനം ഇപ്പോൾ കടത്തിവിട്ടിരിക്കുകയാണ്. ഏതായാലും ഈ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഒരു സംഘർഷാവസ്ഥയും ഉന്തുന്നള്ളുമെല്ലാം തന്നെ ഈ കളക്ടറേറ്റിന്റെ മുൻഭാഗത്ത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രവർത്തകരെ പിരിഞ്ഞു പോകാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ടെങ്കിലും അതൊരു തരത്തിലും വിജയിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ നേതാക്കൾ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. റോഡ് ഉപരോധിക്കുന്നതിലേക്ക് നീങ്ങുകയാണെന്ന് തോന്നുന്നല്ലേ? സമരം ചെയ്യുമ്പോഴാണ് ചില കാക്കിയിട്ട പോലീസുകാരന്മാർ ഞങ്ങൾ പറയുന്നു, അങ്ങനത്തെ പോലീസുകാരുണ്ടെങ്കിൽ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല. ഇതിനകത്ത് ഈ സംഘത്തിനകത്ത് പിണറായിയുടെ അടിമകളായ കുറച്ച് ആളുകൾ കാക്കി അണിഞ്ഞു കയറിയിട്ടുണ്ട്. അവരെ വേണ്ട രീതിയിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും. ഇത് ഭീഷണിയുടെ സ്വരമാണെങ്കിലും താക്കീതിന്റെ സ്വരമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പോലീസിനെ വേണ്ട വിധം കൈകാര്യം ചെയ്യുമെന്നുള്ള ഭീഷണിയാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഈ പോലീസ് നെയിം ബോർഡില്ല എന്നുള്ള ആരോപണം അടക്കമാണ് ഈ പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. പേരറിയില്ലായിരുന്നോ? എത്ര പെട്ടെന്നാ പോലീസ് തന്നെ നെയിം ബോർഡ് SIന്റെ നെയിം ബോർഡ് ഉണ്ടോ നോക്കിയേ. എത്ര പെട്ടെന്ന് നിമിഷം കൊണ്ടാണ് ആ നെയിം ബോർഡ് എടുത്ത് മാറ്റിയത്. എന്തുകൊണ്ടാണ് മാറ്റിയത്? ഇത്രയും നമ്മളൊക്കെ ക്രൂരമായി തല്ലിച്ചതൊക്കെ എന്താണ്? പ്രവർത്തകർ പറയുന്നത് പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം കൂടുതൽ രൂക്ഷമാകുന്നത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. CMR മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതികരണത്തിനെ തുടർന്നാണ് ഈ പ്രതിഷേധം. ഏതായാലും യൂത്ത് കോൺഗ്രസിന് മാർച്ച് വന്നതാണ്. ആ മാർച്ചിനെ വളരെ മൃഗീയമായിട്ടാണ് പോലീസ് നേരിടുന്നത്. അത് നെയിം ബോർഡ് പോലും ഇല്ലാത്ത പോലീസ് ഓഫീസർമാർ വളരെ ഗുണ്ടായസ രീതിയിലാണ് യൂത്ത് കോൺഗ്രസിന് പ്രവർത്തകരുടെ മേൽ അക്രമം അയച്ചുവിടുന്നത്. വളരെ മൃഗീയമായിട്ടാണ് അടിച്ചൊതുക്കുന്ന പോലീസുകാർ ഒരു ആൾക്ക് പോലും നെയിം ബോർഡില്ല. ഈ രീതിയിലാണ് പോലീസിനെ ആഭ്യന്തര വകുപ്പ് അയച്ചുവിട്ടിട്ടുള്ളത്.
അത് പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള സമരം എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിന് സമരം ശക്തിപ്പെടുത്തും. അതിൽ യാതൊരു തർക്കമില്ല. ഇതുപോലെ 4 ഊക്കാച്ചി പോലീസിനെ നിർത്തിക്കൊണ്ട് നൈബേർഡ് ഒഴിവാക്കിക്കൊണ്ട് അടിച്ചൊതുക്കാൻ യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് കഴിയൂല എന്ന് മാത്രമേ അവസരം സൂചിപ്പിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. മലപ്പുറം കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് എത്തിയപ്പോൾ പോലീസ് തടയുകയുണ്ടായി. തുടർന്ന് പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. ചെറിയ തോതിലുള്ള ബലപ്രയോഗവും നടന്നു. ഇതിനിടെ പോലീസുകാർ നെയിം പ്ലേറ്റ് മാറ്റി പോലീസുകാർ മർദ്ദിച്ചു എന്നതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ഹാരിസ് മുതൂർ അടക്കമുള്ളവർ ആരോപിക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റവും തർക്കവും മലപ്പുറം കളക്ടറേറ്റ് മുന്നിൽ തുടരുകയാണ്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്തതിനെ തുടർന്നാണ് അത് ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം മലപ്പുറം കളക്ടറേറ്റിലേക്ക് നടക്കുന്നത്.